ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29 മുതൽ 31 വരെയുള്ള ഭാഗമാണ് ഇന്ന് ഈ സെഷന് വേണ്ടി ആഗ്രഹിക്കുന്നത്. ആദ്യമായി അതൊന്ന് വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുക. ഈ ഭാഗം വായിച്ചു നോക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ആ കാലത്തിലെ കഷ്ടം, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ട്രിബുലേഷൻ, ആ കാലത്തിലെ കഷ്ടത്തിന് ശേഷമാണ് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നതും അതുപോലെ തന്നെ ദൂതന്മാരെ അയച്ച് കാഹളധ്വനിയോടുകൂടെ അയച്ച് വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നതെന്നും വായിച്ചാൽ മനസ്സിലാവും. പ്രീ ട്രിബുലേഷൻ റാപ്ചറിൽ വിശ്വസിക്കുന്ന, അതായത് മഹോദ്രവകാലത്തിന് മുൻപേ സഭയെ മാറ്റപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഈ ഭാഗം വരുമ്പോൾ അവർക്ക് ഇതെന്താണ്, ഇത് ഇങ്ങനെ വരാൻ, ഒരു സൈഡിൽ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു എന്ന് പറയുമ്പോഴും ഈ ഭാഗം വരുമ്പോൾ അത് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനെപ്പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അധ്യായത്തിൽ തന്നെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദിയയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിനുള്ളത് എടുക്കുന്നതിന് ഇറങ്ങരുത്. വയലിലുള്ളവർ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ മഹോദരകാലത്തിന് മുൻപേ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് യെരുശലേമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലമെന്ന് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്ന അന്തിക്രിസ്തുവിനെ പറ്റിയാണ്. അത് ദാനിയേൽ പ്രവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഈ അന്തിക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അത് പിന്നെ മുൻപോട്ട് പറയുന്നു, ആ കാലത്ത് എന്നാൽ നിങ്ങൾ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. ഇതെല്ലാം സംഭവിക്കുന്ന യെരുശലേമിലാണെന്നുള്ള ആദ്യം തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ശബത്ത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശബത്ത് ശനിയാഴ്ചയായിരുന്നു. ക്രിസ്ത്യാനികൾ ശബത്ത് ആചരിക്കുന്നില്ല, ഞായറാഴ്ചയാണ് നമ്മുടെ കുർബാനയൊക്കെ. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളുടെ എപ്പിസെന്റർ എന്ന് പറയുന്നത് യെരുശലേമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് യഹൂദനായി ഈ ലോകത്തിൽ ജീവിച്ച മശിഹ യഹൂദനോട് കൊടുക്കുന്ന വാണിംഗ് ആണെന്നുള്ള കോണ്ടെക്സ്റ്റ് ആദ്യം മനസ്സിലാകുമ്പോൾ ഇത് സംഭവിക്കുന്നത്, ഈ സംഭവങ്ങളുടെ എല്ലാം എപ്പിസെന്റർ യെരുശലേമാണെന്നും യെരുശലേമിലെ ജനങ്ങൾ, അതായത് ഇന്ന് യെരുശലേമിൽ തിരിച്ചു വന്നിരിക്കുന്ന യഹൂദനോടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെ ആദ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് മനസ്സിലാകാനുള്ള ആദ്യപടി നമ്മൾ കടക്കും. മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്രിസ്തു പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ മുതൽ മാലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്തും അത് ആ സ്റ്റോറിയുടെ മേളിൽ ബിൽട്ടപ്പ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇത് ഞാൻ മുൻപേ പറഞ്ഞു, ഇത് ജൂയിഷ് ഓഡിയൻസിനോട് പറയുന്ന കാര്യമാണ്. ഇത് യെരുശലേമിൽ നടക്കേണ്ട സംഭവങ്ങളുടെ കാര്യമാണ്. ഈ മാലാഖ വന്ന് ഇവരെ ഓരോരുത്തരെയായി എടുക്കും എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വെളിച്ചം കിട്ടും. യെശയ്യാ പ്രവചനത്തിന്റെ 27 അന്നാളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം അന്ത്യകാലത്തിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് 7 വർഷത്തെ മഹോദ്രവകാലത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനോട് ചുറ്റും നടക്കുന്ന അന്ത്യകാലത്തിലെ സംഭവങ്ങളെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാകും. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശ്ശൂർ ദേശത്ത് നഷ്ടമായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ഈ പാസേജ് ആണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. പലപ്പോഴും നമുക്കത് മനസ്സിലാകില്ല. അപ്പൊ ഈ പാസേജിനകത്ത് അതിനകത്ത് ആരെയാണ് എടുക്കുന്നത് എന്നുള്ള ഭ്രഷ്ടന്മാരെന്ന് അവിടെ പറയുമ്പോൾ
വൃദ്ധന്മാരെന്ന് അവിടെ പറയുമ്പോൾ യെശയ്യാ പ്രവചനത്തിന്റെ 27-ന്റെ 12-13 നിന്നുള്ള പാസേജാണ് അവിടെ എടുത്ത് ക്രിസ്തു കോട്ട് ചെയ്ത് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ സംഭവിക്കുന്ന മിസ്രൈം തോട്, യഹോവ നദി മുതൽ മിസ്രൈം തോട് വരെ കറ്റമെതിക്കുക. ഏതാണ് നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത ദേശത്തിലെ കാര്യമാണ് ഇത് പറയുന്നത്. ഈജിപ്തിന്റെ ഒരു വശത്ത് ഈജിപ്തിന്റെ നദി, ഒരു വശത്ത് ഇന്ന് ഇറാഖിൽ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി, ഒരു വശത്ത് ഈജിപ്തിലെ നൈൽ നദി. ഈ രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലമാണ് അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. ഈ നദി, യഹോവ നദി മുതൽ മിസ്രൈം തോട് വരെ കറ്റമെതിക്കുമെന്ന് പറയുമ്പോൾ യഹോവ ഇവിടെ മഹോദ്രവകാലത്തിന് ശേഷം ഇവിടെ വന്ന് ഈ ചുറ്റും കിടക്കുന്ന ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ജനങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് കറ്റമെതിക്കുമെന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും, അന്നാളിൽ മഹാകാഹളം ഊതും. ഇവിടെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാരെ മഹാകാഹളധ്വനിയോടെ അയക്കും, വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തു യെശയ്യാ പ്രവചനത്തിന്റെ പ്രവചനമെടുത്ത് കോട്ട് ചെയ്ത് പറയുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സംഭവിക്കും. ഇതുകൂടാതെ വേറെ അനേക വചനങ്ങളുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. ഇവിടെ പറയുന്നു കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലം. ഇതെന്താണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം? സ്കാറ്റേർഡ് ഇൻ ദ ക്ലൗഡി ആൻഡ് ഡാർക്ക് ഡേ. വേറെ എവിടാണ് ക്ലൗഡി ആൻഡ് ഡാർക്ക് ഡേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? ഇരുട്ടും അന്ധകാരവുമായുള്ള ദിവസം എന്ന് യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് യഹോവയുടെ ദിവസം, അതായത് 7 കൊല്ലത്തെ മഹോദ്രവകാലത്തിനിടെ മിസ് ചെയ്തു പോയ ആടുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇത് വായിച്ചു പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ ഒരുപക്ഷെ ഓർക്കും 2000 വർഷമായിട്ട് ചിതറിപ്പോയ യഹൂദനെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ഇത് പറയുന്നതെന്ന് ഓർക്കും. പക്ഷെ ഇതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, ചിതറിപ്പോകുന്ന സമയം സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ ഒരു ജനക്കൂട്ടത്തെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാറും കറുപ്പുമുള്ള ദിവസത്തിനെ പറ്റി വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവചനം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവുമായുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമായുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളൊരു പണ്ട് ഉണ്ടായിട്ടില്ല, ഇനി മേലാൽ തലമുറയോളം ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളും ബൈബിൾ പ്രവചനങ്ങളും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് വളരെ വ്യക്തമാകും. യെരുശലേമിനെ അന്ത്യകാലത്ത് ഭാരമുള്ളൊരു കല്ലാക്കി തീർക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. ഇന്ന് ചുറ്റും കിടക്കുന്ന ജാതികൾ യെരുശലേമിനെ ഞെരുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമാണ് ഇത് ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും എന്തിനെ പറ്റിയാണ് ഇത് പറയുന്നതെന്ന്. 7 കൊല്ലത്തെ മഹോദരകാലത്തിന്റെ തുടക്കം അന്തിക്രിസ്തുവുമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിയോടെയാണ് തുടങ്ങുന്നത്. 3.5 വർഷമാകുമ്പോൾ ഈ സമാധാന ഉടമ്പടി അന്തിക്രിസ്തു ഭേദിക്കുകയും ഉടമ്പടിയിൽ സമാധാനവും സന്തോഷവും എന്ന് പറഞ്ഞിരിക്കുന്ന യഹൂദരെ തകർത്ത് കളയും. അതിൽ 2/3 ജനം കൊല ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞ് ഇസ്രയേലിന്റെ വടക്കായിട്ട് ഏകദേശം ഈ ഭാഗത്താണ് ഇറാഖിന്റെ ചില ഭാഗങ്ങൾ, സിറിയ, ഏകദേശം ടർക്കിയുടെ ചില ഭാഗങ്ങൾ, ഈ ഭാഗത്ത് ആയിട്ടാണ് ഇന്ന് ഇസ്ലാമിക നേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഖാലിഫേറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അന്തിക്രിസ്തുവിന്റെ ഒരു പേര് അശുരൂർ എന്നാണ്. ആദ്യകാലത്തെ അശുരൂർ രാജാവിന്റെ സ്ഥലം തന്നെ, എക്സാക്ട്ലി ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇസ്ലാമിക രാജ്യം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്തിലെ അവിടെ അവര് യസീഡികളായ സ്ത്രീകളെയും മറ്റും അവരെങ്ങനെയാണ് അവര് വിൽക്കാനും മറ്റും അതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിനെ വീണ്ടും വിഭാഗിക്കപ്പെടുകയും സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്. ഈ അന്തിക്രിസ്തുവിന്റെ സൈന്യം ഇസ്രായേലിന്റെ ബലത്തെ തകർത്ത് കളയും, അവിടെ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ടു പോകുമെന്നുള്ളത് വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതിൽ 2/3 ജനം കൊല ചെയ്യപ്പെടുകയും ബാക്കി ശേഷിക്കുന്ന ഒരു രക്ഷിത ഗണത്തെ രക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് മത്തായിയുടെ സുവിശേഷം 24-ന്റെ 31-ലെ പ്രതിപാദ്യ വിഷയം. ഞാനതിനെപ്പറ്റി കൂടുതൽ വചനങ്ങളാൽ തെളിയിച്ചു തരാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ,
3.5 വർഷം തികയുമ്പോൾ അന്തിക്രിസ്തു ഇവരെ സൈന്യം വന്ന് ഇവരെ തകർക്കുകയും ഇവരിൽ നല്ലൊരു പങ്കിനെ കൊല ചെയ്യുകയും ബാക്കിയുള്ളതിനെ ഇവർ അടിമകളായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇവരുടെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് ഇനിയും ജീവിതമില്ല എന്ന എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് നിൽക്കുന്ന ശേഷിപ്പ് അവരോട് വിളിച്ചപേക്ഷിക്കുകയും അന്ത്യകാലത്ത് അവരുടെ മേൽ ആത്മാവിനെ പകരുമെന്നുള്ള പ്രവചന നിവൃത്തി ഉണ്ടാകുകയും യഹൂദന്റെ കണ്ണ് തുറക്കുകയും അവരിലേക്ക് തിരിയുകയും ക്രിസ്തു ക്രൂശാരോഹണ ദിവസം ന്യായവിധി സമയത്ത് പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുന്നത് വരെ തിരിച്ചു വരികയില്ലെന്ന് നമുക്കറിയാം. ഇവർ യഹൂദജനം ക്രിസ്തുവിനെ അംഗീകരിക്കുകയും കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെന്ന് വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുകയും ചെയ്യുമ്പോൾ ക്രിസ്തു ഇവരെ അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്ന ജനത്തോട് യുദ്ധം ചെയ്യുകയും മാലാഖമാർ ചെന്ന് ഇവരെ ഓരോരുത്തരെയും എടുക്കുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ പ്രവചനം. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ യെശയ്യായുടെ 60:8 പറഞ്ഞത്. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ. ഇതിന്റെ നിങ്ങൾ മുഴുവൻ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ തിരിച്ചു വരവിനെ പറ്റിയാണ്. ഇവർ പറന്നു വരുമെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ട്. യെശയ്യായുടെ 11:11 അവർ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. അവർ മിസ്രൈമിൽ നിന്നൊരു പക്ഷിയെപ്പോലെയും അശ്ശൂർ ദേശത്ത് നിന്നൊരു പ്രാവിനെ പോലെ വിറച്ചുകൊണ്ടുവരുമെന്ന് വചനം സാക്ഷിക്കുന്നു. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തർ അങ്ങനെ പറയട്ടെ. യഹോവയെ വാഴ്ത്തുന്ന സങ്കീർത്തനങ്ങളിൽ യഹോവയുടെ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും, ഇത് നമ്മൾ ഓർക്കും ഇസ്രായേലിന്റെ തിരിച്ചുവരവിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഇതൊരു തിരിച്ചുവരവാണ്. ഈ റിഡംഷൻ ഒരു വൈരിയുടെ കയ്യിൽ നിന്ന്, ഇത് ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത ജനത്തിന്റെ തിരിച്ചുവരവിനെ പറ്റിയാണ്. ആരാണിത്? വിമുക്തരായി വന്നവർ പാടുന്ന പാട്ടുകളാണിത്. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രങ്ങളെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2ാം പ്രാവശ്യവും കൈ നീട്ടും. ഈ വചനം നമ്മൾ പലപ്പോഴും ഓർക്കും ഇസ്രായേലിന്റെ തിരിച്ചുവരവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, 2 പ്രാവശ്യമെങ്കിലും ഇതുവരെ അവര് സ്വന്തം ദേശത്ത് നിന്ന് ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചക്കാലത്ത് 70 വർഷം ഇവര് പ്രവാസത്തിലേക്ക് പോയി. ആ പ്രവാസത്തിനെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽദയറുടെ ദേശമായിരുന്നു. ഇവിടെ അനേക ദേശങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അനേക ദേശങ്ങളിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 137 റോമ സാമ്രാജ്യം ഇവരെ തകർക്കുകയും അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറക്കപ്പെടുകയും 1948 തിരിച്ചു വരികയും ചെയ്തതിനെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? 2ാം പ്രാവശ്യം ഈ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് കൈ നീട്ടുക എന്ന് പറയുമ്പോൾ 2ാം പ്രാവശ്യം കൈ നീട്ടപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവർ സകല പ്രതീക്ഷകളും കൈവിട്ട് അസ്തമിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ മാലാഖമാരെ കൊണ്ട് അവരെ പെറുക്കിയെടുപ്പിക്കുകയാണ് ലിറ്ററലി നടക്കാൻ പോകുന്നത്. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോകിട്ടുകളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് അനേക സ്ഥലങ്ങളിൽ കാണാം. അന്നാളിൽ ഇസ്രായേലിന് ശേഷിച്ചവർ, എന്താണ് ശേഷിച്ചവർ? അതായത് നമ്മൾ ഓർക്കും അന്ന് ജീവിച്ചിരിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവർ തന്നെ, പക്ഷേ ഇതിനു മുൻപേ അനേകർ കൊല ചെയ്യപ്പെടും. അതിന്റെ ബാക്കിയുള്ള ശേഷിച്ചവർ യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണം, രക്ഷിക്കപ്പെട്ടു വന്നവർ. അതായത് ക്രിസ്തു ഇവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും അവർ അന്ത്യക്രിസ്തുവിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിതഗണമായിട്ട് തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കുക. അതാരാണ് ഇവരെ അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടിച്ചവനെ ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. അവരുടെ കണ്ണുകൾ തുറന്ന് അവർക്ക് മനസ്സിലാകുന്ന ദിവസത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ഇതാ അവർ ദൂരത്തു നിന്നും, അവർ വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സിനീൻ ദേശത്തു നിന്നും വരുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിക്കാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. സങ്കീർത്തനക്കാർക്ക് ദൈവം ഈ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തേച്ച് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണിത്. ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമെന്ന്. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിൽ നിന്ന് അരിക്കാൻ കൽപ്പിക്കും, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ഈ പ്രവചനമൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. നമുക്കറിയാം
ഇസ്രായേൽ നാനാദേശത്തു നിന്നുള്ള ലോകത്തിന്റെ നാനാഭാഗത്തും ചിതറിപ്പോയിട്ട് അവർ തിരിച്ചു വന്ന് ഇന്ന് ഏകദേശം 66 മുതൽ 70 ലക്ഷം വരെ യഹൂദൻ സ്വന്തം ദേശത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അമേരിക്ക പോലുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 10 ലക്ഷം പേരെങ്കിലും ഉണ്ട്. അപ്പം ഈ പ്രവചനം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണി പോലും നിലത്ത് വീഴുകയില്ലെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ അതായത് ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ തിരിച്ചു വരണമെന്നുള്ളത് പ്രവചനം പറയുന്നുണ്ട്. അപ്പൊ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുമെന്ന് എഴുതിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24:31 എന്ന് പറയുന്നത് യഹൂദനെ തിരികെ ചേർക്കുന്ന കാര്യമാണ്, അല്ലാതെ സഭയെക്കുറിച്ചല്ല എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വേറെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.